Hello children, let us continue with our polynomials. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? യു ഹാവ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് 2 റൂട്ട്സ്. അപ്പോൾ 2 റൂട്ട്സ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബൈ ഫാക്ടറൈസേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ദറ്റ് യു ഓൾ നോ ദ ഫാക്ടറൈസേഷൻ. ഓക്കെ, അത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഡയറക്റ്റ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഫാക്ടറൈസേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനോണ്ട് ഞാൻ ഫാക്ടറൈസേഷൻ്റെ സ്റ്റെപ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ലെസണിൽ യു ഹാവ് എക്സസൈസ് 2.2. അതിൽ 2 ടൈപ്പ് ഓഫ് സംസ് ഉണ്ടാവും. ഒരു സം എന്താണ്? ഫൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ. ഈ ആൽഫ ആൻഡ് ബീറ്റ എന്താണ്? ഒരു ഫാക്ടറൈസേഷൻ കഴിഞ്ഞിട്ട് എക്സിൻ്റെ 2 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ഒരു വാല്യൂ ആൽഫ, ഒരു വാല്യൂ ബീറ്റ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സംസിൽ ഫസ്റ്റ് യു ഹാവ് ടു ഡൂ ദ ഫാക്ടറൈസേഷൻ ആൻഡ് ഫൈൻഡ് ദ 2 റൂട്ട്സ് ആൻഡ് നെയിം ദം ആസ് ആൽഫ ആൻഡ് ബീറ്റ. പിന്നെ അവർ പറയുന്നത് യു ഹാവ് ടു വെരിഫൈ. ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നത് യു നോ ദ റിലേഷൻഷിപ്പ്, നോ? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് ആൽഫ ഇൻ ടു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംസ് ആണ് വരിക നിങ്ങൾക്ക്. അടുത്ത പാറ്റേൺ സംസ് എന്താ വരിക? നിങ്ങൾക്ക് ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി ഗിവൻ ആൻഡ് ആൽഫ ഇൻ ടു ബീറ്റ വിൽ ബി ഗിവൻ ആൻഡ് യു വിൽ ബി ആസ്ക്ഡ് ടു മേക്ക് ദ പോളിനോമിയൽ. ഓക്കെ, രണ്ടും ഭയങ്കര സിമ്പിളാണ്. ഇതിൽ കുടുക്ക് വരാൻ പോകുന്നത് ഓൺലി ദാറ്റ് യു ഹാവ് ടു നോ ടു ഫാക്ടറൈസ്. ഫാക്ടറൈസ് കഴിഞ്ഞിട്ട് ആൽഫ ബീറ്റ കണ്ടെത്തിയാൽ യുവർ വർക്ക് ഈസ് വെരി ഈസി. ഓക്കെ, അപ്പോൾ ലെറ്റ് us begin with the exercise. This is your first exam of the exercise. അപ്പോൾ ഈ പോളിനോമിയൽ എന്താ തന്നെ നിങ്ങൾക്ക്? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഉറപ്പ് വരുത്തുക യുവർ പോളിനോമിയൽ ഇസ് ഇൻ ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ആ ഫോമിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാണ്, ആ ഫോമിലുണ്ട്. നൗ യു ഹാവ് ടു ഫാക്ടറൈസ്. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പം ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ബ്രേക്ക് ദിസ് ടേം. ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ കോഎഫിഷ്യൻറ്റ് 8 ആണ്. അപ്പോൾ 1 into 8 is 8. So 8നെ you have to break down into 2 numbers such that you will get -2 when you add them or subtract them. -2 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ 8ന് when you break you have 2 factors 4 and 2 അല്ല, അതിനെ ചൂസ് ചെയ്യുക. അപ്പോൾ -4 + 2 ചെയ്താൽ you will get -2. അപ്പോൾ അങ്ങനെ സൈനും തീരുമാനിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിന് ബ്രേക്ക് ചെയ്യാനുള്ള നമ്പേഴ്സ് കിട്ടി, -4ഉം +2ഉം. അപ്പോൾ നമ്മളിത് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ബ്രേക്ക് യുവർ -2x. -2xനെ ബ്രേക്ക് ചെയ്യുമ്പം യു ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് -4x ആൻഡ് +2x. അങ്ങനെയാണ് യു ആർ റൈറ്റിംഗ് -4x + 2x. Then now we have to do ഇതിനെ two terms ആയിട്ട് കൺസിഡർ ചെയ്യുക. These 2 terms you consider and these 2 terms you consider. അപ്പോൾ when you consider the first these 2 terms, ഇവിടെ x കോമൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ എന്താ? x-4. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളി. ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്താവും? x² - 4x. നമുക്ക് അതന്നെ കിട്ടി. ഓക്കെ, ഈ 2 ടേംസിൽ എന്താ ചെയ്യേണ്ടി? 2x - 8 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഓർമ്മ വെക്കണം അറിയാം? എപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് ടേം കോമൺ എടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അതന്നെ ആയിരിക്കണം ഇവിടെ സെക്കൻഡിലും വരേണ്ടത്. ഇനി നോക്കൂ, പുറത്ത് എന്താ എടുക്കേണ്ടി വരാൻ ക്ലിയർ ആയിക്കോളും. യു വിൽ ഹാവ് ടു ടേക്ക് 2 ഔട്ട്. അപ്പോൾ വാട്ട് യു ഹാവ് ഹിയർ? x-4ഉം x-4ഉം കോമൺ ആണ്. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതാം. ബാക്കി വാട്ട് ഈസ് റിമൈനിങ് x+2 അങ്ങനെ എടുത്ത് എഴുതാം. അപ്പോൾ ഈ ഇതാണ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടിയ. ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ റൂട്ട്സ് ഇനി കണ്ടെത്താനുണ്ട്. അപ്പോൾ ഒരു റൂട്ട് എന്തായിരിക്കും? x is equal to 4. ഒരു റൂട്ട് എന്തായിരിക്കും? x is equal to -2. ഓക്കെ, അപ്പോൾ ദിസ് 1 you can call as alpha, 1 you call as beta. ഇത്രയും കഴിഞ്ഞാൽ ഹാഫ് അവർ വർക്ക് ഇസ് ഡൺ. നൗ വി ഹാവ് ടു വെരിഫൈ. അപ്പോൾ വെരിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എ ബി സി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ let us first write down what is a. A is 1, b is -2, c is 8. അപ്പോൾ ഫസ്റ്റ് let us find alpha plus beta. ആൽഫ പ്ലസ് ബീറ്റ എന്താ? ആൽഫ നമുക്ക് 4 കിട്ടി, ബീറ്റ നമുക്ക് -2 കിട്ടി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് 2. ഓക്കെ, നൗ ലെറ്റ് us ഫൈൻഡ് വാട്ട് ഈസ് -b/a. b വന്ന് -2 ആണ്. അപ്പോൾ -b എന്താവും? -2. a 1 ആണ്. സോ വെൻ യു സോൾവ് യു വിൽ ഗെറ്റ് 2. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? 1 and 2 ആർ ഈക്വൽ. ആൽഫ പ്ലസ് ബീറ്റക്ക് 2 കിട്ടി, -ba-യും 2 കിട്ടി, -b/a-യും 2 കിട്ടി. സോ വി ക്യാൻ say that alpha plus beta is equal to -b/a, hence verified.
അപ്പോൾ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റനെ വെരിഫൈ ചെയ്തു, അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റനെ വെരിഫൈ ചെയ്യണം. So what will you write? Alpha into beta is alpha 4 kitty, beta minus 2 kitty. Appo 4 into minus 2 is equal to minus 8. So you will have C by A. That is that you find what is C by A. C minus 8 and A 1 ആണ്. അപ്പോൾ C by A is also minus 8. So from 1 and 2 we see that alpha into beta is equal to C by A, hence verified. ഇങ്ങനെയാണ് ഈ സം ചെയ്യേണ്ടി. ഓക്കെ, ഇനി അടുത്ത സം നോക്കൂ. 4s² minus 4s plus 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടി വരിക? യു ഹാവ് ടു ടേക്ക് ബ്രേക്ക് ഡൗൺ 4 ഫസ്റ്റ്. 4 into 1 is what? 4. അപ്പോൾ 4ൻ്റെ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. ദാറ്റ് ഈസ് -2 -2. വൈ വി ആർ ടേക്കിംഗ് മൈനസ് ആൻഡ് മൈനസ്? ബിക്കോസ് ഹിയർ വി വോണ്ട് -4. ഓക്കെ, നമ്മൾ +2 എടുത്താൽ യു വിൽ ഹാവ് +4, no? ബട്ട് യു വോണ്ട് -4. സോ ദാറ്റ്സ് വൈ യു ആർ ടേക്കിംഗ് -2 ആൻഡ് -2. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മിഡിൽ ടേം എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് അത് മനസ്സിലായി. ഇനി എന്താക്കുക? ഈ 4s² അങ്ങനെ തന്നെ എഴുതുക. ഈ -4s നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതുന്നത്. ദാറ്റ് ഈസ് -2s. പിന്നെ ഈ 1 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടി? വി നീഡ് ടു കൺസിഡർ ദീസ് 2 ടേംസ്. ഈ ടേമിനും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ടേമിൽ നമുക്ക് എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും? 2s ആണ് കോമൺ വരുന്നത്. അപ്പോൾ ബാക്കി ഉള്ളിൽ എന്താണ്? 2s - 1. ഇതൊന്ന് കൺഫേം ചെയ്തോളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 into 2 4, s into s s². സോ 4s² കിട്ടുന്നുണ്ട്, മൈനസ് കിട്ടുന്നുണ്ട്. 2 into 1 വിൽ ഗിവ് യു 2s. അപ്പോൾ യു ആർ ടേക്കൺ ഔട്ട് ദ കറക്റ്റ് കോമൺ ഔട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കോമൺ ഔട്ട് എടുക്കണം. ഈ ടേമിൽ കോമൺ ഔട്ട് എടുക്കാൻ എളുപ്പമാണ്. ഇത് ഇവിടെ എന്താ കിട്ടിയത് അതന്നെ ഇവിടെ എഴുതിയെടുക്കണം. ഓക്കെ, സെയിം സൈൻ വരെ സെയിം ആയിരിക്കണം. അപ്പോൾ 2s - 1 കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ള ടേമും 2s plus 1 ആണ്. -2s plus 1 ആണ്. അപ്പോൾ വാട്ട് യു ക്യാൻ ഡു? യു ടേക്ക് -1 കോമൺ ഔട്ട്. ഇനി അത് തുറന്നു നോക്കിയാൽ ഇതെന്താവും? -2s ആവും. ഇത് മൈനസും പ്ലസ് ആവും. അപ്പോൾ +1 കിട്ടും. അപ്പോൾ ബ്രാക്കറ്റ് തുറന്നാൽ യു വിൽ ഹാവ് -2s plus 1. അപ്പോൾ വാട്ട് യു ഡിഡ്? യു ടുക്ക് -1 ഔട്ട് ആസ് കോമൺ. അപ്പോൾ ഫൈനലി യു റൈറ്റ് ദ ഫാക്ടർ ആസ് 2s - 1, 2s - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കാണുന്നത്? രണ്ടും ഈക്വൽ ആണ്. മീൻസ് ദേ ആർ ഓവർലാപ്പിംഗ് റൂട്ട്സ്. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഓൺലി 1 വാല്യൂ ആസ് റൂട്ട്. Okay, so when you solve this, what will you get? 2s - 1 will give you s is equal to 1/2. അപ്പോൾ 2 പ്രാവശ്യം s is equal to 1/2 കിട്ടുന്നുണ്ട്. So you take alpha as 1/2, beta as 1/2. Okay, now let us find alpha plus beta. Alpha plus beta എന്തായിരിക്കും? 1/2 plus 1/2. അത് സോൾവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഫൈനലി യു ഗെറ്റ് ആൻസർ ആസ് 1. അപ്പോൾ -b/a എന്താണ്? അത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ a എന്താ, b എന്താ, c എന്താണ്? അത് ആദ്യം എഴുതിയെടുക്കണം. അപ്പോൾ ഈ കേസിൽ b എന്താണ്? -4. So you will write -4 - 4/4. That will give you 4/4, that is 1. So in both cases we got 1. So we say alpha plus beta is equal to -b/a. Hence proved. പിന്നെ ആൽഫ ഇൻറ്റു ബീറ്റ നോക്കണം. ആൽഫ ഇൻറ്റു ബീറ്റ എന്താ? 1/4. അതേപോലെ c/a എന്താണ്? 1/4. So what we say? Alpha into beta is equal to c/a, hence proved. So this is so easy, you know. First you find alpha, you find beta, then you prove alpha plus beta is equal to -b/a, and alpha into beta is c/a. Okay, this is your third sum. That is 6x² - 3 - 7x is equal to 0. So അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ബിഗിൻ ചെയ്യും? 6 into 7 ചെയ്യും, നമുക്ക് 42 കിട്ടും. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കൂ. പിന്നെ കുറേ ഇങ്ങനെ കൺഫ്യൂസ് ആയിപ്പോവും. ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പം 3 എങ്ങനെ കിട്ടുകയെന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ശരിക്കും ആ ഫോർമാറ്റിലില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ആ ഫോർമാറ്റിൽ എഴുതണം. a² - bx plus c, ആ ഫോർമാറ്റിൽ. അപ്പോൾ a² 6x², bx വന്ന് സെക്കൻഡ് വരുന്ന ടേമാണ്. അപ്പോൾ -7x, c വന്ന് തേർഡ് വരുന്നത്. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എപ്പോഴും വെൻ യു സ്റ്റാർട്ട് യുവർ സം, ഫസ്റ്റ് യു ഹാവ് ടു സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദറ്റ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടി? ഈ 6ഉം 3ഉം. അപ്പോൾ 18 ബ്രേക്കപ്പ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ 18 ഹാവ് ടു ബ്രേക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ഗെറ്റ് ദ ആൻസർ 7 വെൻ യു ആഡ് ഓർ സബ്ട്രാക്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. 18, if you have find out the factors of 18 and you want 7 in between. Okay, അപ്പോൾ 18 വന്ന് 3 and 6 gives you 18, but then that will not match here. 9 and 2 gives you 18. അപ്പോൾ 9 and 2 when you subtract you get 7. ഇപ്പോൾ 9 and 2 കിട്ടി, പക്ഷെ അതിൻ്റെ സൈൻ തീരുമാനിക്കണം. അപ്പോൾ എന്താ? ഇവിടെ -7 ആണ്. അപ്പോൾ ബിഗർ നമ്പറിന് മൈനസ് വേണം. അപ്പോൾ -9 + 2. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് യു -7.
ഓക്കെ, ഇനി എന്താണ് ഈ 6x² അങ്ങനെ എടുത്ത് എഴുതുക. ഈ 7x ഉണ്ടല്ലോ, -7x, അതിനെ നമ്മൾ പിരിച്ചെഴുതാണ്. ദാറ്റ് ഈസ് -9x + 2x. ഓക്കെ, പിന്നെ -3 അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഈ രണ്ട് ടേംസിനെ കൺസിഡർ ചെയ്യണം, പിന്നെ ഈ രണ്ട് ടേംസിനെ കൺസിഡർ ചെയ്യണം. ദെൻ വി ഹാവ് ടു ടേക്ക് കോമൺ ഔട്ട്. ഓക്കെ, സോ വാട്ട് ഡു യു സീ കംസ് ഔട്ട് ആസ് കോമൺ? ഈ രണ്ട് ടേംസിൽ 6x² - 9x. അപ്പോൾ ഇതിൽ 3x കോമൺ പുറത്ത് വരുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് വെൻ യു ഓപ്പൺ അപ്പ് വാട്ട് യു വിൽ ഗെറ്റ്. 3 × 2 വിൽ ഗിവ് യു 6x², -3 × 3x വിൽ ഗിവ് യു 9x. അപ്പോൾ 2x - 3 കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് ടേം കിട്ടിയല്ലോ, അപ്പോൾ ഈ സെക്കൻഡ് ടേം എളുപ്പമായിരിക്കണം. 2x - 3 തന്നെ അവിടെ എഴുതിക്കോളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ 2x - 3 തന്നെ ഉള്ളൂ. അപ്പോൾ പുറത്തെടുക്കാൻ എന്താ, 1 എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കാനില്ല. സൈനിൻ്റെ പ്രശ്നവും വരുന്നില്ല. പുറത്ത് യു ടേക്ക് ഔട്ട് ആസ് +1. സോ വാട്ട് യു ഹാവ് ഹിയർ? 2x - 3 as one factor and 3x + 1 as one more factor. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. ഇനി എക്സിൻ്റെ വാല്യൂ യു ഹാവ് ടു റൈറ്റ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? x = 3/2 ഒരു കേസ് ആവും. സെക്കൻഡ് കേസ് x = -1/3 യു വിൽ ഗെറ്റ്. അപ്പോൾ 2 വാല്യൂസ് കിട്ടിയല്ലോ. അപ്പോൾ ആൽഫ 3/2 ആണ്, ബീറ്റ -1/3 ആണ്. ഇനി അടുത്തത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള കാര്യം നോക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് എ ബി സിൻ്റെ വാല്യൂ എടുത്ത് എഴുതണം. അപ്പോൾ ഈ കേസിൽ എ എന്താണ്? 6 ആണ്, ബി എന്താണ്? -7 ആണ്, സി എന്താണ്? -3 ആണ്. അപ്പോൾ ഫസ്റ്റ് ആൽഫ + ബീറ്റ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ 7/6. ഇപ്പോൾ നെക്സ്റ്റ് നോക്കൂ, -b/a കണ്ടുപിടിച്ച് നോക്കൂ. ദാറ്റ് വിൽ ബി -× -7/6, ദാറ്റ് വിൽ ഗിവ് യു 7/6. അപ്പോൾ എന്താ നമ്മൾ നോക്കിയത്? ആൽഫ + ബീറ്റ = -b/a, ഹെൻസ് വെരിഫൈഡ്. ഇനി നെക്സ്റ്റ് ആൽഫ × ബീറ്റ നോക്കാം. ആൽഫ × ബീറ്റ എന്താണ്? -1/2 വിൽ ഗെറ്റ്. ഇനി c/a എഴുതി നോക്കാം. c/a എന്താണ്? -3/6, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. ദെർഫോർ ആൽഫ × ബീറ്റ = c/a, ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സം. എളുപ്പമല്ലേ? ഫസ്റ്റ് ഇത് ഓർമ്മ വെക്കണം കേട്ടോ, അതിന് ഓർഡറിൽ എടുത്ത് എഴുതാൻ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, നൗ നെക്സ്റ്റ് സം 4u² + 8u = 0. അപ്പോൾ ഇത് നമ്മൾ ആ ഫോർമാറ്റിൽ ഇല്ലല്ലോ, ഇതിൽ ഒരു സി ടേം ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ +0 എടുത്ത് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതാതെ യു ക്യാൻ ഈസിലി സോൾവ്. എങ്ങനെ? യുനെ കോമൺ, 4u യു ക്യാൻ ടേക്ക് ഔട്ട് കോമൺ. സോ യു റിമെയിൻ വിത്ത് u + 2. അപ്പോൾ ഇതിൽ തന്നെ ഞങ്ങൾക്ക് 2 വാല്യൂസ് ഓഫ് u കിട്ടും അല്ലേ? എങ്ങനെ? 4u, ഈ ഫുൾ ഫസ്റ്റ് u + 2 ഡിനോമിനേറ്ററിൽ പോയാൽ 4u = 0 വിൽ ഗെറ്റ്. സോ u = 0. അതേപോലെ 4u ഡിനോമിനേറ്ററിൽ വിടാനെങ്കിൽ u + 2 = 0 വിൽ ഗെറ്റ്. സോ u is -2. അപ്പോൾ യു ഗോട്ട് യുവർ 2 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് u = 0, u = -2. അപ്പോൾ റൂട്ട്സ് എന്താണ്? ആൽഫ is 0, ബീറ്റ is -2. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ആൽഫ + ബീറ്റ. ആൽഫ + ബീറ്റ is -2. Now let us find out what is -b/a. -b/a എന്താണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് a, b and c. a എന്താണ്? 4, b എന്താണ്? 8, c എന്താണ്? 0. ഓക്കെ, ഈ ഇക്വേഷനിൽ c 0 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അതിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ a 4 ആണ്. അപ്പോൾ -b/u എന്താണ്? -8/4, ദാറ്റ് വിൽ ഗിവ് യു -2. അപ്പോൾ നമുക്ക് ആൽഫ + ബീറ്റ -2 കിട്ടി. -b/a ഓൾസോ ഗേവ് യു -2. So what do we see here? Okay, our work is done. We have proved. Next, let us see alpha × beta. Alpha × beta and the 0. But c/a and the adum 0. So alpha × beta is equal to c/a, hence verified. Okay, now t² - 15 is equal to 0. Upper where you take the 15 on the other side, that will give you t² is equal to 15. So t is equal to ± √15. അപ്പോൾ ഒരു ആൽഫ യു ടേക്ക് ഇറ്റ് ആസ് √15 ആൻഡ് ബീറ്റ യു ടേക്ക് ഇറ്റ് ആസ് -√15. അപ്പോൾ ഇത് ശരിക്കും മിഡിൽ ടേം ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ നമുക്ക് ഒരു ടേം മിസ്സിംഗ് ആണ്. ഏത് ടേമാണ് മിസ്സിങ്? വെറും ടി വരുന്ന ടേമാണ് മിസ്സിങ്. ബി ആണ് ഇവിടെ മിസ്സിങ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം, ബീനെ 0 ആയിട്ട് എടുക്കണം. എ 1 ആയിരിക്കും, സി -15 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പം ഫൈനലി നമുക്ക് ടീൻ്റെ വാല്യൂ അല്ലേ കിട്ടേണ്ടി. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് the 2 values for t. The one we call it as alpha, one we call it as beta. First what do? First take down the values of a, b and c.
Now let us find alpha plus beta. Alpha plus beta, ഇവിടെ നോക്കൂ root 15 plus minus root 15. അപ്പോൾ plus minus will give you 0. So alpha plus beta becomes 0. Now let us see what happens to minus b by a. Minus b by a will also be 0. So you have alpha plus beta is equal to minus b by a, hence verified. Now let us see alpha into beta. Alpha into beta എന്താണ് root 15 into minus root 15. ആ മൈനസ് അങ്ങനെ നിൽക്കും. root 15 into root 15 is 15. So you will have minus 15. ഇനി c by a ചെയ്ത് നോക്കൂ. c by a എന്താണ് minus 15 by 1, that is equal to minus 15. So what can we say? Alpha into beta is equal to c by a, hence verified. Our work is done now. Okay, next sum നോക്കൂ. 3x square minus x minus 4 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 3x square minus x minus 4. So we are thinking of breaking up 4. അപ്പോൾ 4ന് ബ്രേക്ക് ചെയ്യുമ്പോൾ what do you get? minus 4 and 1. ഓക്കെ, പിന്നെ അത് നിങ്ങൾ എഴുതും. മൈനസ് എക്സ് അല്ല വേണ്ടി, അപ്പോൾ 4ന് നെഗറ്റീവ് എടുത്ത് 1നെ പോസിറ്റീവ് എടുത്ത്, അപ്പോൾ മൈനസ് 4x പ്ലസ് എക്സ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കോമൺ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് എന്താണെന്നറിയോ? നമ്മൾ ഈ ടേം മാത്രം കൺസിഡർ ചെയ്തതാണ്, തെറ്റിപ്പോയി. ഇതുവരെ നമ്മൾ ചെയ്തതിൽ എ എപ്പോഴും 1 ആയിരുന്നു, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സുഖമായിരുന്നു. ഇവിടെ എ 3 ആണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എ ഇൻറ്റു സി ചെയ്തിട്ട് ആ ടേമിനാണ് ബ്രേക്ക് ചെയ്യേണ്ടി. ഓക്കെ, so what do we see? Your a into c is 12. Appo 12 we have to break. 12 na when you break and you want minus 1. So what can you take? Minus 4 plus 3. Appo what will you get? Minus 4 plus 3 will give you minus 1. Appo we got the breaking terms. Minus 4 3. So now let us split the middle term. You have 3x square plus 3x minus 4x. അപ്പോൾ ഈ plus 3x minus 4x will give you minus x. Okay, minus 4 you will get. അപ്പോൾ ഇതെന്താക്കണം? ഈ ഫസ്റ്റ് ഈ രണ്ട് ടു ടേംസ് ആയിട്ട് യു ഹാവ് ടു കൺസിഡർ. ഈ രണ്ട് ടേമിനെ കൺസിഡർ ചെയ്യണം, പിന്നെ ഈ രണ്ട് ടേമിനെ കൺസിഡർ ചെയ്യണം. ഈ രണ്ട് ടേമിനെ കൺസിഡർ ചെയ്യുമ്പോൾ 3x പുറത്ത് വരുന്നുണ്ട്, എക്സ് പ്ലസ് 1 ആവും. അപ്പോൾ ഈ സെക്കൻഡിൽ എക്സ് പ്ലസ് 1 ആദ്യം എഴുതിക്കോളൂ, പിന്നെ നോക്കണം എന്താ പുറത്ത് വരിക. അപ്പോൾ മൈനസ് 4 പുറത്ത് വരും, അപ്പോൾ എക്സ് പ്ലസ് 1 ഉള്ളിലാണ്. സോ വാട്ട് യു ഹാവ് ദ ടു ഫാക്ടേഴ്സ്, എക്സ് പ്ലസ് 1 ആൻഡ് 3x minus 1 are the two factors that you get. Now let us find the values of alpha and beta. Here x plus 1 is equal to 0, so x is equal to minus 1. 3x minus 4 is equal to 0. Adiludi we get x is equal to 4 by 3. So you have two values, alpha is equal to minus 1, beta is equal to 4 by 3. Now let us find the values of a, b and c. a is 3, b is minus 1, c is minus 4. So alpha plus beta എന്താണ്? minus 1 plus 4 by 3. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യണം. ഇതിങ്ങനത്തെ ഫ്രാക്ഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ അറിയാലോ. കോമൺ ഡിനോമിനേറ്റർ ആക്കേണ്ടി വരും, അപ്പോൾ മേലെ 1 into 3 ചെയ്യേണ്ടി വരും. സോ minus 3 plus 4 by 3. So you will have 1. minus 3 plus 4 is 1. You will have 1 by 3 as the answer. Now let us check it with minus b by a. മൈനസ് ബി എന്താ? ബി എന്താണ്? മൈനസ് 1. അപ്പോൾ മൈനസ് ബി എന്താ? മൈനസ് ഓഫ് മൈനസ് 1. ദാറ്റ് വിൽ ഗിവ് യു മൈനസ് ഓഫ് മൈനസ് 1 by 3. So that will be 1 by 3. So we see that alpha plus beta is equal to minus b by a, hence verified. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ നോക്ക്. മൈനസ് 1 ഇൻറ്റു 4 by 3 which is equal to minus 4 by 3. അതേ നിങ്ങൾ c by a എടുത്ത് നോക്കൂ. You will have minus 4 by 3. So you have alpha into beta is equal to c by a, hence verified. Okay, next we will do this type of sums. ഇപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ ഓഫ് സംസ് കഴിഞ്ഞു. അപ്പോൾ ഈ 6 സംസ് നിങ്ങളെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനത്തെ കുറേ സംസ് യു നീഡ് ടു പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൽ കാര്യമായിട്ട് എന്താണ്? ഈ മിഡിൽ ടേം ബ്രേക്ക് ചെയ്യുന്നത് യു ആർ എക്സ്പെക്റ്റഡ് ടു നോ ഇറ്റ്. ഓക്കെ, ഇങ്ങനത്തെ മിഡിൽ ടേം ബ്രേക്ക് ചെയ്യുന്ന സമൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലെസൺ നമ്മൾ ചെയ്യുമല്ലോ, അതിലും കുറേ എണ്ണം വരും. അപ്പോൾ നമുക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാം അതിനെപ്പറ്റി. ഇപ്പോൾ ഇൻ ദിസ് ലെസൺ ഇറ്റ് വാസ് ഈസി. യു ഹാവ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ആൻഡ് ആ റൂട്ടിൻ്റെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് സമ്മിന് ചെയ്യാനുള്ളൂ. അപ്പോൾ എളുപ്പമായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റിനേക്കാളും ഈസിയാണ് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദ എക്സസൈസ്. ഇതിൽ അവർ എന്താ തന്നിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആൽഫ ബീറ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സം ഓഫ് ദ റൂട്ട്സ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് 1/4 ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഇസ് വാട്ട്? ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് -1. ഇനി നമ്മളെ കൊണ്ട് ആ പോളിനോമിയൽ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു പോളിനോമിയൽ എഴുതണമെങ്കിൽ ഹൗ ഡു യു റൈറ്റ്? യു റൈറ്റ് ദ ടേം x square alpha plus beta into x plus alpha into beta. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ എത്ര എളുപ്പമാണ് അത്. ആ ഫോർമുല ഇഫ് യു നോ ഇറ്റ് ഇസ് സോ സിമ്പിൾ. നോ നൗ ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഫോർമുലേനെ അനുസരിച്ച് ഫസ്റ്റ് നമ്മൾ എക്സ് സ്ക്വയർ എഴുതുക. ഇനി ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ടല്ലോ, അത് ഇവിടെ എഴുതുക. മൈനസ് യു ഹാവ് ടു പുട്ട് അക്കോർഡിംഗ് ടു ദ ഫോർമുലയിൽ മൈനസ് ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റൻ്റെ ഇവിടെ വാല്യൂ മൈനസിലാണെങ്കിൽ ഇത് പ്ലസ് ആക്കി പോകും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കേസിൽ പ്ലസ് 1/4 ആണ്. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് പ്ലസ് 1/4. യു ഹാവ് ടു റൈറ്റ് പ്ലസ് 1/4 എക്സ്. അപ്പോൾ ഈ ഫോർമുലേൻ്റെ മൈനസും 1/4 എക്സും പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. പക്ഷേ ആൽഫ ഇൻറ്റു ബീറ്റൻ്റെ വാല്യൂ -1 ആണ് തന്നെ. സോ യു റൈറ്റ് ഇറ്റ് ആസ് -1. സോ ദിസ് ഈസ് യുവർ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് -1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു പോളിനോമിയൽ തന്നെയാണ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു റൈറ്റ് ഇറ്റ് ആസ് വിത്തൗട്ട് എനി ഫ്രാക്ഷൻസ്, അപ്പോൾ ഈ 4 ഇവിടുന്ന് പോയി കിട്ടാൻ വാട്ട് യു ഡു, ദിസ് എൻറ്റയർ യു മൾട്ടിപ്ലൈ വിത്ത് 4. Okay, so when you do that, what you will get 4x square minus, ഈ കേസിൽ 4ഉം 4ഉം ക്യാൻസൽ ആവും. So you will have only -x -4. So this is your polynomial. എത്ര എളുപ്പമാണ്. Okay, now see this second sum. You have alpha plus beta is equal to √2. Alpha beta is equal to 1/3. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടിയാൽ എത്ര എളുപ്പത്തിൽ you can write down your equation x square minus √2x. Okay, x square minus √2x plus 1/3 is equal to 0. ഓക്കെ, ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് √2x. അപ്പോൾ ഈ 1/3നെ നമുക്ക് ഫ്രാക്ഷൻ ഇല്ലാതാക്കാൻ വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ദിസ് ഫുൾ തിങ് യു ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് 3. സോ യു ഹാവ് 3x square minus √2x plus 1 is equal to 0. Okay, now see this sum. Alpha plus beta 0 തന്നിട്ടുണ്ട്, alpha beta √5 തന്നിട്ടുണ്ട്. So what will you write? X square plus 0x plus √5. അപ്പോൾ 0x ഇല്ലാത്തതുകൊണ്ട് you can also write it as x square plus √5 is equal to 0. This is your polynomial. Okay, now in this sum alpha plus beta 1 തന്നിട്ടുണ്ട്, alpha beta 1 തന്നിട്ടുണ്ട്. So what will you write? X square minus 1x plus 1 is equal to 0. ഓക്കെ, ഈ സം നോക്കൂ, ആൽഫ പ്ലസ് ബീറ്റ -1/4, ആൽഫ ബീറ്റ 1/4. സോ വാട്ട് വിൽ യു റൈറ്റ്? എക്സ് സ്ക്വയർ മൈനസ് -1/4x പ്ലസ് 1/4. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് 4 ഇല്ലാതാക്കണമെങ്കിൽ ദിസ് ഫുൾ തിങ് യു മൾട്ടിപ്ലൈ വിത്ത് 4. So what will you get? 4x square plus x plus 1 is equal to 0. അപ്പോൾ ഈ 4 ഒക്കെ എടുക്കുന്നത് നമ്മൾ ആ ഫോർമുലയിൽ കണ്ട കെൻ്റെ പകരമാണ്. അപ്പോൾ കെ എങ്ങനെ ഒരു കെ ഇടുമ്പോൾ ഫുള്ള് വരും. പക്ഷേ നിങ്ങൾക്ക് ഈ സോൾവ് ചെയ്യുമ്പോൾ ആ കെ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ, യു ടു ഡയറക്ട്ലി ഗിവ് ദ polynomial. It comes for 1 mark question, so easy. So never even think about wasting that 1 mark. Okay, now last question, you have alpha plus beta is equal to 4, alpha beta is equal to 1. So your formula will be x square minus 4x plus 1. ഇത്ര ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത് അത്രയും ഈസിലി 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഒരു എന്താക്കോ അറിയോ, നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താക്കോ അറിയോ, ദേ വിൽ നോട്ട് ഗിവ് യു ആൽഫ പ്ലസ് ബീറ്റൻ്റെ വാല്യൂ. ദേ വിൽ സേ ആൽഫ ഈസ് 2 ആൻഡ് ബീറ്റ ഈസ് 1 ആൻഡ് ദെൻ യു ഹാവ് ടു റൈറ്റ് ദ പോളിനോമിയൽ. അപ്പോൾ നിങ്ങൾ ഇതെന്താണ് അങ്ങനെ കൺഫ്യൂസ് ആയവരുത്. ആൽഫവും ബീറ്റയും തന്നിട്ടുണ്ടല്ലോ, സോ ജസ്റ്റ് ഡു ആൽഫ പ്ലസ് ബീറ്റ, ദെൻ യു വിൽ ഗെറ്റ് 2 + 1 3. അതേമാതിരി ഡു ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് 2 × 1, ദാറ്റ് ഈസ് 2. അപ്പോൾ കിട്ടിയല്ലോ, ആൽഫ പ്ലസ് ബീറ്റവും കിട്ടി, ആൽഫ ഇൻറ്റു ബീറ്റവും കിട്ടി. യു ഹാവ് ടു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ഫോർമുല ആൻഡ് റൈറ്റ്. Okay, so this was only this much in this exercise, and I think we finished the lesson with this. Children, do lots of practice of factorization, and otherwise the exercise is quite easy. Okay, all the best. Bye.